അവിടെ സാധനം ഇരിക്കുന്നുണ്ടല്ലേ ഈ കമ്മറ്റിക്കാരെ കാണുന്നില്ല. പരിപാടി തുടങ്ങാനാണ് സമയം എടുത്തോണ്ടിരിക്കുക. റെഡി കാണുന്നതല്ലേ? റെഡി 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 റെഡിയല്ലേ? അധികം വരും. ഞങ്ങൾ പട്ടമേളക്കാരെ ആദ്യം കൊണ്ട് പറഞ്ഞു വിട്ടേക്കാം. നമ്മൾ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന കാർത്തിക കൈതക്കാട് രമണന്റെയും സംഘത്തിന്റെയും കഥാപ്രസംഗം ഏതാനും നിമിഷങ്ങൾക്ക് ഇവിടെ ആരംഭിക്കാൻ പോകുകയാണ്. ഈ എക്കോ എങ്ങനെയും വരുമോ? എക്കോ വന്നു കഴിഞ്ഞാൽ പരിപാടി പൊളിയിട്ടോ? എക്കോ വന്ന പരിപാടി പൊളിയും. ഒരുത്തരെ ഞാൻ ഇങ്ങോട്ട് ഏറ്റില്ല. അവൻ വന്നു കഴിഞ്ഞാൽ കൈ കാലി തല്ലി പിടിക്കാൻ കൈte പൊളിയിട്ടല്ല. എക്കോ അല്ല. ഹലോ 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 ഈ എക്കോ എക്കോ ചോദിക്കേണ്ട നേരം. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. അടിസ്ഥാനക്കാരി ഞാൻ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. കാരണം ഞാൻ അവിടെ ഉണ്ടാകും. നീയൊക്കെ തെറ്റിദ്ധരിച്ച പോലെയൊന്നുമല്ല. ഞാനും ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കമ്മിറ്റി ഓഫീസിലേക്ക് വരണ്ട. ഞാൻ അവിടെ വന്ന് കണ്ടോളാം. മറ്റൊരു അറിയിപ്പുണ്ട്. അമ്പലക്കുളത്തിനടുത്ത് കെട്ടിയിരിക്കുന്നത് നമ്മുടെ ആന ലേശം വികൃതിയാണ്. ഈ ആന പ്രത്യേകിച്ച് സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ സ്ത്രീകളെ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ആന ഉപദ്രവിക്കുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പെട്ടെന്ന് കഥ ആരംഭിക്കാറുണ്ട്. പിന്നെ നിങ്ങളല്ലേ ആദ്യം ഓർക്കസ്ട്രക്കാർ നിങ്ങളുടെ കൂടെ വന്ന ആരെങ്കിലും ഒരുത്തരാണോ അവിടെ മൂടി പോച്ച് കിടന്ന് ഉറങ്ങണത്? അയ്യോ ഏട്ടാ ആളല്ല, അത് തമ്പുരുവാ. തമ്പുരു തമ്പുരുവായാലും കിമ്പുരുവായാലും ചോറ് ഇന്നിട്ട് കിടക്കാൻ പറ. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോ ചോറ് കിട്ടൂല. മനസ്സിലായോ? ഇവിടെ കഥ നടക്കുന്നത്. ഓട്ടുവാ ഇല്ല എന്താ തൊട്ടോടെ അഭിമന്യരായ ഗുരുജനങ്ങളെ, മാതാപിതാക്കളെ, നിങ്ങൾക്കേവർക്കും കൈതക്കാട് രമണനും സംഘത്തിന്റെയും 1000 = 10,000 അഭിവാദനങ്ങൾ. ദുർഗേ വന ദുർഗേ, ദുർഗേ വന ദുർഗേ, ദുർഗേ ദുർഗേ ദുർഗേ, കാത്തിടണം ദുർഗേ, കാത്തിടണം ദുർഗേ, കമ്മറ്റിക്കാർ കെട്ടിയിടാതെ കാശ് തരണം ദുർഗേ, കട്ടൻ കാപ്പി തരണം ദുർഗേ. ഇന്നലെ കഥ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും നേരത്തെ വീട്ടിൽ പോയില്ല. ആശാ മാത്രം താമസിച്ചു പോയി. കണ്ടില്ല. അല്ല നിങ്ങൾക്ക് അറിയാം, എനിക്ക് ഈ കഥാപുസ്തകത്തിന്റെ ഇടയിൽ കുറച്ച് കച്ചവട പരിപാടിയൊക്കെ അമ്പലപ്പറമ്പിലൊക്കെ ഉള്ളതായിരുന്നു. മരുന്ന് കച്ചവടം, ബുക്ക് കച്ചവടം, അങ്ങനെ ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ ഉള്ളത്. ഇന്നലെ കഥാപുസ്തകം കഴിഞ്ഞപ്പോഴേക്കും നല്ല തിരക്ക്. അപ്പൊ ഈ ബുക്കും മരുന്നൊക്കെ അവിടെ തന്നെ വിറ്റ് സ്വന്തം തൊണ്ടയ്ക്ക് ഇത്തിരി അടഞ്ഞു പോയി. അല്ല മരുന്ന് കച്ചവടം തുടങ്ങിയപ്പോൾ ആളുകൾ അവിടെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. ഇന്നലെ എന്റെ കഥ നടന്നത് മൂന്നാറ് 6 മണിക്ക് കഥ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കഥ നടക്കുന്നത് എവിടെയാണ്? കോയമ്പത്തൂരാണോ അല്ലെങ്കിൽ കൊലഞ്ചേരിയിലാണോ? പക്ഷെ ഇവിടെയെങ്ങുമല്ല. ഇന്ന് കഥ നടക്കുന്നത് ഇന്ന് പാലക്കാട്, കോഴിക്കോട്, ഇന്ന് പാലക്കാട്, കോഴിക്കോട്, എന്റെ കഥ പ്രശസ്ത ബംഗാളി നോവലിസ്റ്റായ റിക്കാർഡോ ഫെർണാണ്ടോയുടെ എൻ്റർ ദ ഡ്രാഗൺ എന്ന കഥയുടെ മലയാള പരിഭാഷയായ ഇന്ത്യയുടെ രാഘവ എന്ന കഥയിൽ നിന്നും അതിന്റെ ഏടിൽ നിന്നും മാന്തി പറിച്ചെടുത്ത് അത് വെയിലത്തിട്ട് ഉണക്കി അതിൽ നവസാരം, ഇന്ദുപ്പ്, അല്പക്കാരം, കൊത്താമല്ലി ഇവയെല്ലാം ചേർത്ത് പൊടിച്ച് സമമാക്കി ഒരു കുപ്പിയിലാക്കി പൊടിച്ചെടുത്തിട്ട് അതിൽ അല്പം ചൂടുവെള്ളം ചേർത്ത് നമ്മുടെ കയ്യിൽ തിരുമി ദേഹമാസകലം പുരട്ടിയാൽ ശരീരത്തിലുണ്ടാകുന്ന കൊച്ചു കൊച്ചു വ്രണങ്ങൾ, കൊച്ചു കൊച്ചു കുട്ടങ്ങൾ, അങ്ങനെയുള്ള പാടുകന്മാരെ കിട്ടും. ചെറിയ ഡെപ്പിക്ക് വില 20 രൂപ, വലിയ ഡെപ്പിക്ക് വില 50 രൂപ. ചെറിയ പാലക്കാട്, കോഴിക്കോട്,
നമ്മുടെ കഥ നടക്കുന്ന ഇവിടെയെങ്ങുമല്ല, അങ്ങ് കേരളത്തിന്റെ തെക്ക് ഭാഗത്ത് ഭാരതം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമം. ആ ഗ്രാമത്തിന്റെ ഒത്ത നടക്കാൻ സ്ഥിതി ചെയ്യുന്നു സഹാറ എന്ന് പറയുന്ന മരുഭൂമി. ആ മരുഭൂമിയുടെ ഒത്ത നടുവിലൂടെ ഭാരതപ്പുഴ ഇങ്ങനെ നാണിച്ച് തല താഴ്ത്തി ഒഴുകുകയാണ്. ഈ ഭാരതപ്പുഴയിൽ കുളിക്കുന്നവരെ കുളിസുനികൾ എത്തി നോക്കി ആ ഗ്രാമത്തിനൊരു പേര് വീണു, എത്യോപ്യ. ആ എത്യോപ്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ, പച്ചയുടുപ്പിട്ട കൊച്ചു ഗ്രാമം, എത്യോപ്യയിലുള്ളൊരു കൊച്ചു ഗ്രാമം, പച്ചയുടുപ്പിട്ട കൊച്ചു ഗ്രാമം, എത്യോപ്യയിലുള്ളൊരു കൊച്ചു ഗ്രാമം. പിതാവെല്ലാരും കർണരാണോ, ദൈവത്തിനിരുന്ന് പണിഞ്ഞതാണോ, ദൈവത്തിനിരുന്ന് പണിഞ്ഞതാണോ, ഞാനും എന്റെ സംഘവും കൂടിയിട്ട് പാലക്കാട് ഒരു പ്രോഗ്രാം കഴിഞ്ഞു വരികയായിരുന്നു. ഈ പഞ്ചായത്ത് തൊട്ട് നമ്മൾ പുറത്ത് പോയിട്ടില്ല. പോയിട്ടില്ലല്ലേ? ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ തമാശയാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ പാലക്കാട് പോയിട്ടില്ല ഉറപ്പ്. അതാ പറഞ്ഞ ഇന്ന് പാലക്കാട്, കോഴിക്കോട്, പാരിപ്പള്ളി, പാലക്കാട്, കോഴിക്കോട്, അങ്ങനെ ആ ഗ്രാമത്തിൽ സുപ്രഭാതം അതിരാവിലെ തന്നെ പൊട്ടി പണ്ടാരടങ്ങി. പെട്ടെന്ന് അച്ചക്കപ്പയുടെ മുന്നിൽ ആ വാതിൽ മെല്ലെ പുറത്തേക്ക് തുറന്നു. അതിൽ നിന്നും അത് ആരോഗ്യത്തിന്റെ ഗോത്രനുമായ സൂത്രനുമായ ഒരു യുവാവ് പുറത്തേക്ക് ഇറങ്ങി വന്നു. അവനാണ് നമ്മുടെ കഥാനായകൻ ദുഷ്ടൻ. ചുറ്റും നോക്കി ആരുമില്ല. അവൻ മുന്നോട്ട് വന്നിട്ട് തന്റെ അരയിൽ തിരിയിരുന്ന ആ ഓടക്കുഴലെടുത്ത് അതിമനോഹരമായി തബല വായിക്കാൻ തുടങ്ങി. ശ്രമിക്കണം, ഓടക്കുഴലെടുത്ത് വീണ വായിക്കാൻ തുടങ്ങി. ഓടക്കുഴലെടുത്ത് ഗിത്താർ വായിച്ചു. അതെ, അവൻ അതെടുത്ത് അത് വായിക്കാൻ തുടങ്ങി. പെട്ടെന്നൊരു ശബ്ദം, മുറ്റത്തൊരു മൈന ക്ലിക്ക് മൂത്തു. സുപ്രൻ തിരിഞ്ഞു നോക്കിയില്ല, മൈന ചമ്മ പോയി. പാവം മൈന ചമ്മിപ്പോയി. മൈന ചമ്മി നിൽക്കുകയാണ്. ഒരു മൈനയ്ക്ക് ഇതുപോലെ പറ്റരുത്. ചമ്മിപ്പോയി മൈന, ചമ്മിപ്പോയി മൈന. ചമ്മലേറ്റ് വാങ്ങിയ മൈന ഒരു മനുഷ്യന്റെ മുഖത്ത് പോലും നോക്കാനാവാതെ സുപ്പറിനെ തെറിയും വിളിച്ചുകൊണ്ട് അങ്ങ് അകലേക്ക് പറന്നു. അങ്ങ് അകലെയിരുന്നു. ആറ് ഓടി വരുന്നു. സുന്ദരിയായ പെൺകുട്ടി. അടിമാലി ശാന്തയാണോ? അല്ല, നമ്മുടെ പേടിയായിരിക്കും. ഇവരാരുമല്ല, നമ്മുടെ കഥാനായിക അമ്മിണി. അമ്മ ഓടി വരികയാണ്. ഓടി വന്ന അമ്മണി ഒരു കല്ലിൽ തട്ടി അലച്ചു കെട്ടി പടക്കോന്ന് പറഞ്ഞ് അവിടെ വീണു. സൂപ്പറിന് ഓടി ചെന്ന് ചോദിച്ചു, പെണ്ണെ നിനക്ക് എന്താ പറ്റിയത്? എന്റെ കാലം ഒടുക്കി. ഇല്ല, കാലം ഒടിഞ്ഞു കാണും. ഇല്ല, കാലം ഒടുക്കി. ഒടിഞ്ഞു കാണും. ഇങ്ങനെ സംശയം തോന്നിയാൽ ഈ കടലിൽ പ്രമാണി തൈലം ഒരല്പം എടുത്ത് കയ്യിൽ പുരട്ടിയതിന് ശേഷം ചെറിയ ബോട്ടിന് വില 5 രൂപ, വലിയ ബോട്ടിന് 10 രൂപ, വലിയ ബോട്ടിന് ഇന്ന് പാലക്കാട്, കോഴിക്കോട്, അടിമാലി എന്ന ഇന്ന് പാലക്കാട്, കോഴിക്കോട്, അടിമാലി എന്ന വീണ് കിടന്ന അമ്മിണിയെ സുപ്രൻ പിടിച്ചു നിർച്ച് തന്റെ മാറോടണച്ചുകൊണ്ടിങ്ങനെ പാടി. മാറോടണച്ചു ഞാൻ പാടാ താമര നൂലു കൊണ്ടാലോ
വേറൊരു തമാശ കൂടി ഓർമ്മ വരുന്നു. ഞാനും എന്റെ സംഘവും കൂടി കഴിഞ്ഞ ദിവസം ഒരു അംബാസഡർ കാറിൽ കഥാപുസ്തകം കഴിഞ്ഞു വരികയാണ്. ആശാനെ അംബാസഡർ കാർ കൊണ്ട് സൈക്കിൾ പോലും സ്വന്തം ഇല്ലാത്ത ആശാനാണ് ഇതിനൊക്കെ പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ തമാശയാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇന്നും ഒരു അംബാസഡർ കയറിയിട്ടില്ല. ഉറപ്പാണല്ലോ, സത്യമാണല്ലോ. ഇതാ പറഞ്ഞേ, ഇത് പാലക്കാട്, പെട്ടെന്നൊരു ശബ്ദം. അതാ അങ്ങ് ആ മരുഭൂമിയുടെ അകലിൽ നിന്നും ആരോ ഒരു സൈക്കിൾ ഇങ്ങനെ മുന്നോട്ട് വരികയാണ്. ആരാണത്? ആരാണ്? പാവമാണോടാ? അല്ല, ആരുമല്ല. അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത് ഒരു അറബിയാണ്. ഈ ഓടി വന്ന അറബിയുടെ പേരെന്താണെന്ന് അറിയുന്നത് മറ്റൊന്നുമല്ല, അൽക്കുൽത്ത് അജീഷ് ബോയ്. അറബി വന്നപ്പോഴേ അമ്മയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ആർക്കും മനസ്സിലായില്ല. പട്ടണത്തിനകത്ത് എനിക്ക് മനസ്സിലായി, മറ്റൊന്നുമല്ല, എന്റെ കയ്യിലുള്ള ഈ അറബി പാൽക്കായം വാങ്ങുക. മരത്തിൽ നിന്ന് എടുക്കുന്ന ഒരു കഥയാണ് അറേബ്യൻ പാൽക്കായം. ഇതൊരു തുള്ളി, ഒരു അരിമണി തൂക്കമെടുത്ത് വെള്ളത്തിൽ ചാലിച്ച് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ വയറുള്ള വയറ് കടി, വയർപ്പുണ്ട്, വയറ് വേദന, ഇതൊക്കെ മാറും. മാത്രമല്ല, വീട്ടിലുള്ള നാൽക്കാലികൾ റബ്ബറിന്റെ ഇല തിന്നു കഴിഞ്ഞാൽ ഇത് കുറച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നാൽക്കാലികൾ ജീവനോടെ ഓടി നടക്കും. ഇതിന്റെ ചെറിയ ലഭ്യത വില 5 രൂപ, വലിയ ലഭ്യത 50 രൂപ. വലിയ ലഭ്യമാണെന്നാണ് നിങ്ങൾ ക്ഷമിക്കണം. ഇന്ന് പാലക്കാട്, കോഴിക്കോട്, അങ്ങനെ അറബിയോട് താങ്ക്സും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുപ്രത രമണി മുന്നോട്ട് പോവുകയാണ്. പെട്ടെന്ന് പുറകിൽ നിന്നും ഘോരമായ ഒരു വിളി. അമ്മണിയുടെ അമ്മാവൻ വിനുക്കുട്ടൻ. വിനുക്കുട്ടനെ കണ്ട മാത്രയിൽ സുപ്രത രമണിയും ഓടുകയാണ്. തൊട്ടുമുട്ട വിനുക്കുട്ടൻ, മുമ്പേ സുപ്രത രമണിയും, തൊട്ടുമുട്ട വിനുക്കുട്ടൻ, മുമ്പേ സുപ്രത രമണിയും. അങ്ങനെ അതിന് ഓടി ഓടി അവർ വഴി കഴിയാതെ വീഴുകയാണ്. വഴി അറിയാതെ വീഴുകയാണ്. അങ്ങനെയല്ല, വഴി അഴിയാതെ അതെ, അത് അറിയാതെ അത് ചെയ്യുകയാണ്. അങ്ങനെ അവൻ വീണ്ടും ഓടി, മുന്നോട്ട് ഓടി ഓടി ഒരു 4 കൂടിയ മുക്കവലയിൽ വന്നു നിന്നു. മുമ്പിലേക്ക് ഒരു വഴി, സൈഡിലേക്ക് വേറൊരു വഴി. ഏത് വഴിക്ക് പോകണമെന്ന് അറിയില്ല. ഇങ്ങനെ സംശയത്തിൽ നിൽക്കുന്നവർ എന്റെ കയ്യിൽ ഈ ബുക്ക് വാങ്ങുക. സഞ്ചാര സഹായി. കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്, ആരുടെയൊക്കെ ഫോൺ നമ്പറുകൾ വേണം, ട്രെയിൻ സമയം, അങ്ങനെയുള്ളതെല്ലാം ഈ ബുക്കിലുണ്ട്. ഈ ബുക്ക് വാങ്ങുന്നവർക്ക് ഒരു പോക്കറ്റ് ഡയറി ഫ്രീ. ഈ ചെറിയ ബുക്കിന്റെ വില 5 രൂപ, വലിയ ബുക്ക് 10 രൂപ. വലിയ ബുക്ക് വാങ്ങുന്നവർക്ക് നിങ്ങൾക്ക് തന്നെ. ഇന്ന് പാലക്കാട്, കോഴിക്കോട്, പാലക്കാട്, കോഴിക്കോട്, അങ്ങനെ വെയില് കൊണ്ട് ഓടി ഓടി തളർന്ന് അമ്മണിയുടെ മുഖം കരിവാളിച്ചൊരു പ്രത്യേക വൃത്തികെട്ട രീതിയിലായി. ഇങ്ങനെ മുഖം കരിവാളിച്ച് വിഷമിച്ചിരിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, എന്റെ കയ്യിലുള്ള ഈ കുങ്കുമപ്പൊടി കൈ വാരിയെടുത്തതിന് ശേഷം അതിൽ കുറച്ച് വെള്ളം ചേർത്ത് ഇങ്ങനെ മുഖത്ത് തേച്ചു വിടുകയെ കാണിക്കും. ഈ മുഖത്ത് കുറച്ചു നേരം വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖം നല്ല സൗന്ദര്യമായി തീരും. അപ്പോൾ ചിലർക്ക് മുഖത്തിന് മാത്രമായിരിക്കില്ല കാന്തി, ചിലവരുടെ മുടി കൊഴിയുന്നു. അങ്ങനെ തോന്നുന്നവർ, മുടി കൊഴിച്ചിലുണ്ടെന്ന് തോന്നിയാൽ എന്റെ കയ്യിലിരിക്കുന്ന ഈ പൊടി ഒരല്പം എടുത്തിട്ട് അത് തലവഴി വെച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഇതേപോലെയായി തീരും. അപ്പോൾ മുഖസൗന്ദര്യം വർദ്ധിക്കും, മുടി കൊഴിച്ചിലും മാറി കിട്ടും. ചില ആളുകൾ കരിവാളിപ്പായിരിക്കും മുഖത്ത്, ചില ആളുകളുടെ മുടി കൊഴിയുന്നു. എന്നാൽ ചിലർക്ക് ഇതൊന്നുമല്ല, മുഖക്കുരു. എന്ത് ചെയ്താലും മാറില്ല മുഖക്കുരു. ഇങ്ങനെയുള്ള യുവാക്കൾ അല്ലെങ്കിൽ യുവതികൾ ഈ പൊടി ഒരല്പം, ഈ പൊടി ഒരല്പം എടുത്തിട്ട് കയ്യിലിട്ട് തിരുമിയതിനു ശേഷം മുഖത്ത് നല്ലവണ്ണം തേച്ച് വിടും. ഇപ്പൊ മുഖക്കുരു തന്നെ മാറി. ശരിക്കും ഈ പൊടിക്ക് വില 3 രൂപയാണ്. ഈ പൊടിക്ക് 5 രൂപ, ഈ പൊടിക്ക് 10 രൂപ. ഏറ്റവും നല്ലത് ഈ പൊടി വാങ്ങുന്നതാണ്. ഇന്ന് പാലക്കാട്, കോഴിക്കോട്,
എന്തിനാ വെടിവെച്ച് കൊന്നത്? എന്തിനാ വെടിവെച്ച് കൊന്നെന്നാ? എടാ, നാളെ ഇവന്റെ കഥാപ്രസംഗം എന്റെ വീടിനടുത്തുള്ള അമ്പലത്തിൽ ഞാൻ ബുക്ക് ചെയ്തേക്കായിരുന്നു. ഇവനെ ഞാൻ ഇന്ന് വെടിവെച്ച് കൊന്നില്ലെങ്കിൽ നാളെ എന്നെ നാട്ടുകാർ വെടിവെച്ച് കൊല്ലും. നാളെ പാലക്കാട്, പിന്നെ കോഴിക്കോട്, അടിമാലി, അങ്കമാലി, ആലപ്പുഴ, കൊല്ലം, പാരിപ്പള്ളി. സഹോദരരെ, ഇതോടെ എന്റെ കഥ കഴിഞ്ഞു.